പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സ്മ G2770 എന്ന പ്രിന്ററിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഫോട്ടോകോപ്പി എങ്ങനെ എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ ഈ സ്കാനർ ഡോർ ഓപ്പൺ ചെയ്ത് സ്കാനർ ഗ്ലാസ്സിൽ വെക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കോർണർ കണ്ടില്ല, ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടെ A4 വീതിയും A4 നീളവും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുക. ശേഷം നമ്മൾ നല്ലൊരു ഗുഡ് ക്വാളിറ്റി പേപ്പർ നമ്മൾ പിക്കപ്പ് ട്രയൽ വെക്കേണ്ടതാണ്. നമുക്ക് എത്ര പേജസാണ് ആവശ്യമുള്ളത് അത് അത്രയും പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പിക്കപ്പ് ട്രയൽ വെക്കുക. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം പേപ്പർ ജാമിന് സാധ്യത ഉണ്ടാവും. പിന്നെ 2-3 ഷീറ്റ് വെച്ചിട്ടുണ്ട്, സിംഗിൾ ഷീറ്റ് മതി എന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ നിങ്ങൾക്ക് പേപ്പർ കൺഫർമേഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. ഇത് ഡിഫോൾട്ടായിട്ട് A4 തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫ്ലാഷിങ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി ഇതെന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് പാനൽ ബട്ടൺസ് കാണാൻ സാധിക്കും. ബ്ലാക്ക് കളർ തന്നെ 2 ബട്ടൺ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് ആണ് ആവശ്യമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കളർ ഫോട്ടോസ്റ്റാറ്റ് ആണ് ആവശ്യമെങ്കിൽ കളർ ഫോട്ടോസ്റ്റാറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്തുകൊണ്ട് പ്രിൻറ്റിങ് നടക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റിങ് നടക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കുറേ കോപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ ഒരു മോഡൽ പ്രിൻറ്ററിൽ വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഈ പ്രിൻറ്റിങ് വന്ന് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കൊടുത്ത ഫോട്ടോസ്റ്റാറ്റാണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. അതേ ഡോക്യുമെൻറ്റ് തന്നെയാണ്. ഞാൻ ഡോക്യുമെൻറ്റ് കളറാണ്, പക്ഷേ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ബട്ടണാണ് പ്രസ് ചെയ്തുകൊണ്ടെങ്കിൽ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മൾട്ടി പേജ് കുറേ കോപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു 10 പേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇതിലേതെങ്കിലും ഒരു ബട്ടന് നിങ്ങൾ എന്ത് ചെയ്യുക, 10 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഡിജിറ്റ് മാറുന്നത് കാണാൻ സാധിക്കും, കണ്ടില്ലേ. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് വേണ്ട ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് സ്റ്റോപ്പ് ബട്ടൺ ഉള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നിങ്ങൾക്കൊരു 10 കോപ്പി വേണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, 10 തവണ പ്രസ് ചെയ്ത് സ്ക്രീനിൽ 10 എന്ന് കാണിക്കുന്നതാണ്. ആ 10 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കൈയെടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 10 പേജ് 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. മാക്സിമം 19 കോപ്പീസ് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫെയിൽ എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, ഇപ്പോൾ ഞാൻ സപ്പോസ് 2 എന്നാണ് സെലക്ട് ചെയ്തത്. 2 സെലക്ട് ചെയ്ത ശേഷം ട്രയൽ 2 പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 എന്നുള്ള കൈ എടുത്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്താണ്ട് 2 കോപ്പി പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കൂടെ കാണാൻ സാധിക്കും. ഞാൻ സാമ്പിളിന് വേണ്ടി ഡോക്യുമെൻ്റ് ഒന്നും വെക്കാത്തതുകൊണ്ടാണ് ബ്ലാങ്ക് പേജ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.